നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 3-ാം തീയതി 1201 ആണ്ട് ചിങ്ങമാസം 18-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാണ് ഇന്നത്തെ ദിവസം. ബുധൻ മാത്രമല്ല, പൂരാട നക്ഷത്രമാണ്, ശുഭദിനവും ശുഭനക്ഷത്രവുമാണ്. ബുധൻ എപ്പോഴും പ്രവൃത്തികാരകനാണ്. എന്തെങ്കിലും പുതിയ സംരംഭം തുടങ്ങാൻ ഏറ്റവും അനുകൂലപ്രദമായ ദിവസമാണ് ബുധനാഴ്ച. ഇന്ന് ശുഭനക്ഷത്രവും കൂടി വന്നാലോ എന്ത് ശുഭകാര്യങ്ങൾക്കും നമുക്കിറങ്ങാം, അത് വിജയത്തിലേക്ക് വരും. അപ്പോൾ ഇന്ന് ഇറങ്ങുന്ന കാര്യങ്ങളൊന്നും പരാജയത്തിലേക്ക് പോകത്തില്ല. അതുപോലെ ചിങ്ങമാസത്തിലെ പൂരാട നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ നേട്ടം വരും. ഉദ്യോഗമില്ലാത്ത ആളാണെങ്കിൽ ഉദ്യോഗം ലഭിക്കും. ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ഉദ്യോഗ കയറ്റം കിട്ടും. രണ്ടുമല്ലാതെ ഇരിക്കുന്നവർക്ക് തത്തുല്യമായ അവസ്ഥകളുണ്ടാവും. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ, അതുപോലെ കലാകാരന്മാരാണെങ്കിൽ കലയിൽ ശോഭിക്കാൻ പറ്റും. എഴുത്തുകാരാവട്ടെ, അവർക്കെല്ലാം അംഗീകാരങ്ങൾ ലഭിക്കും. പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ പ്രതീക്ഷിക്കാതെ നേട്ടം വരുന്ന ഒരു വർഷവും കൂടിയാണ് ചിങ്ങമാസത്തിലെ പൂരാട നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ അവസ്ഥ. അതേപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. ഉച്ചയ്ക്കാണ് രാഹുകാലം. 12 മണി തൊട്ട് 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 12:24 രാഹുകാല സമയം തുടങ്ങണേ. അത് 12:24 തൊട്ട് 1:30 മണിക്ക് തീരൂല. 1:55 വരെ രാഹുകാല സമയമുണ്ട്. ഏകദേശം 25 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ശുഭയാത്രയ്ക്കെല്ലാം രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് ഗുളികൻ്റെയും യമകണ്ഠൻ്റെയും ബന്ധം നിൽക്കുന്ന കാലഘട്ടം. അതിൽ ഗുളിക കാല സമയം 10:53 തൊട്ട് 12:24 വരെയും യമകണ്ഠ കാല സമയം 7:50 തൊട്ട് 9:21 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഉച്ച സമയമാണ്. അഭിജിത്ത് മുഹൂർത്തം 12 മണി മുതൽ 12:48 വരെ. ഈ സമയത്തിൻ്റെ കുറേ ഭാഗം ശരിക്ക് രാഹുകാലത്തിൽ കയറി വരും. യാത്രയ്ക്ക് മാത്രമേ പാടില്ലാതെ ഉള്ളൂ. ബാക്കി എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുക്കാം. രാഹുകാലം യാത്രയ്ക്ക് പോയിട്ട് ബാക്കി എല്ലാത്തിനും എടുക്കാം. അതുകൊണ്ട് ഈ അഭിജിത്ത് മുഹൂർത്തത്തിന് നമുക്ക് വളരെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യാം. അല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പച്ച വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഒരു പച്ച കളറ് കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. ഇന്നത്തെ ദിവസം ബുധൻ്റെ ദിവസമാണ്, നല്ല ദിവസമാണ്. എല്ലാവർക്കും ആ നല്ല ഫലങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.